കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ലാങ്ങിന്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. അവനവന്റെ അമ്മയുടെ കൂടെ വളരെ സന്തോഷത്തിൽ ജീവിക്കായിരുന്നു. പക്ഷേ അവർക്ക് ആ സമയത്താണ് ചില ചതി നേരിടേണ്ടി വന്നത്. ആ ചതിയുടെ ഭാഗമായി അവനവന്റെ അമ്മയെ നഷ്ടമായി. പിന്നീട് അവന്റെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. എന്ത് ചതിയാണ് അവന് സംഭവിച്ചത്, ആരാണ് ആ ചതിക്ക് പിന്നിൽ, ശേഷം എന്താണ് ലാങ്ങിന് സംഭവിച്ചത് എന്നറിയില്ല. എന്തായാലും പിന്നീട് ഒരു 10-18 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ മിങ്ങിന്റെ അച്ഛന്റെ ഫ്യൂണറൽ നടക്കുന്നതാണ്. മിങ്ങിന്റെ അച്ഛൻ മിങ്ങിന്റെ അമ്മ മരണപ്പെട്ട ശേഷം മറ്റൊരു ലേഡിയെ കല്യാണം കഴിച്ചിരുന്നു. അവരുടെ പേര് മിസസ് ഗാവോ എന്നാണ്. അവർക്ക് യാങ് എന്ന ഒരു മകനുമുണ്ട്. അച്ഛന്റെ ഫ്യൂണറൽ ചടങ്ങിൽ അവൾ അങ്ങനെ നിൽക്കാണ്. ഈ ഒരു സമയം അവളുടെ സ്റ്റെപ്പ് മദറായ ഗവോയും അവളുടെ സ്റ്റെപ്പ് ബ്രദറായ യാങ്ങും അവിടെ ഉണ്ട്. ഇനിയിപ്പോ നീയും കമ്പനിയും ഒക്കെ ഞങ്ങളുടെ സംരക്ഷണയിലാണെന്ന് പറഞ്ഞ് അവർ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഞാനുള്ളപ്പോ ഇങ്ങനെ നടക്കുമെന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ കഥാനായകനായ ലാങ് വരുന്നുണ്ട്. ലാങ് കയ്യിൽ വലിയൊരു ചുവന്ന ബൊക്കെയുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇതുപോലെ ഫ്യൂണറൽ ഫംഗ്ഷനിൽ ചുവന്ന പൂക്കളൊന്നും നൽകാറില്ല. കാരണം അതൊരു സെലിബ്രേഷന്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ സൂചകമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അത്തരം പൂക്കളായി വരുന്നവനെ എല്ലാവരും അന്തം വിട്ടു നോക്കുന്നു. ഈ സമയം ഗാവോ ഇത് ലാങ് അല്ലേ, ഇവൻ കാരണല്ലേ ഇദ്ദേഹം മരണപ്പെട്ടതെന്ന് അവിടെ ഉറക്കെ പറയുമ്പോഴേക്കും മിങ് ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. കമ്പനിയുടെ ഷെയർസ് ഒക്കെ ലാങ് എന്ന ഒരാൾ തന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയെന്നും അതിന്റെ പേരിൽ അച്ഛൻ ആകെ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നെന്നും തുടർന്നാണ് അച്ഛൻ മരിച്ചതെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവൾ ലാങ്ങിനോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം അവനായിട്ട് നിന്റെ അച്ഛൻ എന്നോട് കടമപ്പെട്ടിരിക്കുന്നു, അതിനായി അയാൾ എനിക്ക് ഷെയർസ് തന്നു. ഞാനാണ് ഇപ്പൊ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾ. എന്റെ കയ്യിലാണ് കമ്പനിയുടെ കൂടുതൽ ഷെയർസ് ഉള്ളത്. അതുകൊണ്ട് ഇനി കമ്പനി എന്റെ അധികാരത്തിലാണെന്ന് ലാങ് പറയുമ്പോ കമ്പനി മാത്രമല്ല നിന്റെ കയ്യിലുള്ള എല്ലാം ഇനി എനിക്കുള്ളതാണ്, അത് മാത്രമല്ല നീയും എനിക്കുള്ളതാണെന്നെല്ലാം അവൻ അവളോട് ഒരുമാതിരി പറയുമ്പോഴേക്കും അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അതവൻ അങ്ങനെ പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം അടുത്തതായി സംഭവിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. മിങ്ങിന്റെ അച്ഛന്റെ ഷെയർസ് സ്വന്തമാക്കുകയും അതുമൂലം കമ്പനി കൈയടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ലാങ് ഇപ്പോ മിങ്ങൻ താമസിച്ചിരുന്ന അവളുടെ അച്ഛന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന വീട് പോലും സ്വന്തമാക്കുന്നു. ആ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്യുന്നു. അവളാകട്ടെ അവനോട് എന്താ നീ കാണിക്കുന്നേ, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, ഈ വീട് നിനക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ തർക്കിക്കുന്നുണ്ടെങ്കിലും നിന്റെ അച്ഛൻ എന്നോട് ചെയ്ത കാര്യത്തിന് ഇതൊന്നും തന്നെ പരിഹാരമാവില്ല എന്നിങ്ങനെ എന്തോ വലിയൊരു കാര്യത്തെ പറ്റി അവൻ മനസ്സിൽ ഒതുക്കി സംസാരിക്കുന്നു. അവളാകട്ടെ അവനിങ്ങനെ ഇറക്കി വിട്ടെങ്കിലും എങ്ങോട്ട് പോകണം, ആരെ ആശ്രയിക്കണമെന്ന് ഒരു പിടുത്തവുമില്ല. അമ്മ ഓൾറെഡി മരിച്ചു, അച്ഛനെയും അവൾക്ക് നഷ്ടപ്പെട്ടു, താമസിച്ചിരുന്ന വീടുമില്ല. അവൾ ആ നടു റോഡിലിരുന്ന് മഴയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ ഈ ദുർഗതിയെ ഓർത്ത്. ഈ സമയം അവളുടെ അടുത്തേക്ക് കുടയുമായി ലാങ് എത്തുന്നു. അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലേക്ക് അവളെ കൊണ്ടുവരുമ്പോ അത് ലാങ്ങിന്റെ ആന്റിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ അമ്മയൊക്കെ മരണപ്പെട്ടതാണ്. അമ്മയുടെ മരണശേഷം ആന്റിയുടെ കൂടെയായിരുന്നു ലാങ് താമസിച്ചിരുന്നത്. ശത്രുവിന്റെ മകളെ നീ എന്തിന് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു, എന്ത് നിന്റെ ഉദ്ദേശം എന്നെല്ലാം ആന്റി ദേഷ്യപ്പെടുമ്പോ കൂട്ടത്തിൽ തന്നെ അവന്റെ അമ്മ മരിച്ചത് ഈ മിങ്ങിന്റെ അച്ഛൻ കാരണമാണ്, അതൊക്കെ അവൻ മറന്നൊക്കെ ആന്റി ചോദിക്കുമ്പോ ഒന്നും ഞാൻ മറന്നിട്ടില്ല, പ്രതികാരം വീട്ടണം, അത് തന്നെയാണ് എന്റെ മനസ്സിലും, അതിനായിട്ട് തന്നെയാണ് ഞാനിപ്പോ അവളെ കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവളെ വീട്ടിലൊരു വേലക്കാരി കണക്കാണ് അവൻ കൂടെ നിർത്തുന്നത്. അവളെ പറ്റുമ്പോഴൊക്കെ തന്നെ അവൻ ശല്യപ്പെടുത്താറും ഉപദ്രവിക്കാറുമുണ്ട്. അവൾ പ്രതികരിച്ചാൽ അതിനും അവൻ ചുട്ട മറുപടി കൊടുക്കും. ഇപ്പൊ തന്നെ അവൾ കാരണം അവന് പൂളി വീഴേണ്ടി വന്നു. അവളാകട്ടെ നൈസായിട്ട് അവനെയും ആ ടീം പൂളിലേക്ക് വലിച്ചിടുന്നുണ്ട്. ദേഷ്യം വരുന്ന അവൻ അവളെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴേക്കും അവൾ അടിക്കുന്നു. ഉടനെ അവൻ എന്നെ അടിച്ച് നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യാണ്. വീണ്ടും എന്നെ അടിക്കാൻ നോക്കിയാ ഇത് തന്നെ ആയിരിക്കും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ എന്നൊക്കെ അവൻ ഭീഷണിപ്പെടുത്തുമ്പോ അവൾക്ക് ആകെ പേടിയാവുന്നുണ്ട്. ഇതേ ടീം മിങ്ങിന്റെ അച്ഛന്റെ മരണശേഷം കമ്പനിയെല്ലാം കൈയടക്കാമെന്നതായിരുന്നു മിങ്ങിന്റെ സ്റ്റെപ്പ് മദറിന്റെയും അവരുടെ മകന്റെയും ചിന്ത. പക്ഷെ അതിന്റെ ഇടയിൽ ലാങ് എന്ന ഒരാൾ വന്ന് ഇപ്പൊ എല്ലാം കൈയടക്കിയതിൽ അവർക്ക് ഭയങ്കര നിരാശയുണ്ട്. എത്രയും പെട്ടെന്ന് അതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് സ്റ്റെപ്പ് മദർ പറയുമ്പോഴേക്കും അവരുടെ മകനായിട്ട് മിങ്ങിനോട് അവന് ലൈൻ അടിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മിങ്ങിനോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന രീതിക്ക് അവൻ പറയുമ്പോഴേക്കും അതിന്റെ ആവശ്യമില്ല, അവളെ ഇപ്പോ വെറും വട്ടപൂജ, അവളെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നീ കൂടുതൽ അവളെ പറ്റി ചിന്തിക്കേണ്ടെന്ന് അമ്മ അവനെ തിരുത്തുന്നു. അങ്ങനെ വീട്ടിൽ അവളെ ഇട്ട് ദ്രോഹിക്കുന്നത് ആന്റിയും ആന്റി ദ്രോഹിക്കുന്നത് കണ്ട് എതിർക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് ലാങ്ങും മുന്നോട്ട് പോകുമ്പോഴേക്കും അവൾ പലപ്പോഴും എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ദ്രോഹം സഹിച്ച് അവിടെ നിൽക്കാൻ തന്നെയാണ് അവൾ തീരുമാനിക്കുന്നത്. ഈ വീട് അവൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്, അത് വിട്ടുപോകാനേ അവൾക്ക് തോന്നുന്നില്ല. പറയുന്ന കേട്ടില്ലേ ആരുടെ മോളാ ഈ ദ്രോഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ അവർ അവളെ കളിയാക്കുന്നു, കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഈ സമയത്താണ് കുട്ടിക്കാലത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഈ വീട്ടിലേക്ക് മിങ്ങുമായി താമസിക്കാനായി എത്തിയ അച്ഛൻ അവളോട് ഈ വീട് മറ്റൊരാളുടെയാണ്, ആള് വരുമ്പോ നമ്മൾ മാറേണ്ടി വരും എന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ആവോ. എന്നാലും വീണ്ടും ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മിങ് റൂമിലുള്ള ടീം അവിടേക്ക് ലാങ്ങിന്റെ ആന്റി വരുന്നു. എന്റെ മുറിയിൽ എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് അവൾ ചോദിക്കുമ്പോ നിന്റെ മുറിയോ, ഈ വീട് മൊത്തത്തെ ലാങ്ങിന്റേതാ, നീ എവിടെ അധികം പറ്റുന്ന അവളോട് ഷൗട്ട് ചെയ്യുന്നവർ. ഇവിടെ നിനക്ക് അങ്ങനെ ചുമ്മാ കഴിയാനൊന്നും പറ്റില്ല, നല്ലപോലെ പണിയെടുത്താൽ വലവും തിന്ന് ഇവിടെ കിടക്കാം എന്നവളോട് ദേഷ്യപ്പെടുകയും ആ സമയം അവളുടെ അടുത്ത് അവളുടെ അച്ഛന്റെ ഒരു ഫോട്ടോ
ഫോട്ടോ ഇരിക്കുന്നത് കണ്ട് ഈ ദ്രോഹിയുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് വലിച്ചു കീറാനായി നോക്കുകയും ചെയ്യുന്നു. ആ അച്ഛന്റെ ഫോട്ടോ കീറിക്കളഞ്ഞത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ അതിന്റെ പേരിൽ ആന്റിയോട് ദേഷ്യപ്പെടുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അത് കേട്ടെത്തുന്ന ലാങ്ങാകട്ടെ എന്റെ ആന്റിക്ക് നേരെ നിന്ന് സംസാരിക്കാനായി നീ ആളായിട്ടില്ല എന്ന് പറഞ്ഞ് അവളോട് ഷൗട്ട് ചെയ്യുന്ന ടീം ആന്റി പിടിച്ചുപദ്രവിച്ചപ്പോ അവളുടെ കയ്യിൽ പറ്റിയ മുറിവ് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി അപ്പൊ ഒന്നും പറയുന്നില്ലെങ്കിലും അവളാകട്ടെ ഇവിടെ ഉള്ളതൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാ, ദയവ് ചെയ്ത് അതൊന്നും നശിപ്പിക്കരുത്. നിങ്ങൾ എന്നെ എത്ര ദ്രോഹിച്ചാലും ഞാനത് സഹിക്കും, എന്നെ എന്ത് ചീത്ത വിളിച്ചാലും ഞാനത് സഹിക്കും, പക്ഷെ ഇവിടെയുള്ള എന്റെ സാധനങ്ങളൊന്നും നശിപ്പിക്കരുതെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മുറിയിൽ നിന്ന് ആന്റിയും കൂട്ടി ലാങ് പുറത്തോട്ട് പോന്നു. പുറത്തെത്തുന്ന ആന്റി ആകട്ടെ പണ്ട് മിങ്ങിന്റെ അച്ഛൻ ദ്രോഹിച്ച ലാങ്ങിന്റെ അമ്മയെ പറ്റിയും കുട്ടിക്കാലത്ത് ലാങ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചതിനെ പറ്റിയും ഒക്കെ ആലോചിക്കുന്നുണ്ട്. സ്വത്തിന്റെ പേരിലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ഡീറ്റെയിൽഡ് ആയി ഇപ്പൊ അറിയില്ല. അടുത്ത ദിവസമായിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിങ്ങിനെ ലാങ് വിളിക്കുന്നു. ഇവിടൊക്കെ ഞാൻ തുടച്ചതാണെന്ന് അവൾ പറയുമ്പോഴേക്കും ഇന്ന് ഈ മരുന്ന് എടുത്തോണ്ട് പോകാനായി അവൻ പറയാണ്. അവളുടെ കയ്യിൽ പറ്റിയ മുറിവിന് അവൻ കൊണ്ടുവന്ന മരുന്നാണ്. അത് കാണുന്ന അവൾ ഇത് പുതിയതാണല്ലോ, പൊട്ടിച്ചിട്ട് പോലും ഇല്ല, എനിക്ക് വേണ്ടി മേടിച്ചാണോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ മരുന്ന് എടുത്തോണ്ട് പോയി വെക്കാൻ പറഞ്ഞാൽ വെച്ചാൽ മതി, കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കേണ്ടെന്ന് അവൻ ദേഷ്യപ്പെടുമ്പോഴേക്കും അവൾക്ക് ഇവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ ഈ മരുന്ന്, അപ്പൊ എന്നോട് കെയർ ഉണ്ടായിട്ടല്ലേ പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ എപ്പോഴും റൂഡായി പെരുമാറുന്നത് എന്നാകെ ഡൗട്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലാങ്ങിന്റെ കയ്യിൽ നിന്ന് കമ്പനി തിരിച്ച് സ്വന്തമാക്കാനായി ലാങ്ങിനെതിരെ മിങ്ങിന്റെ സ്റ്റെപ്പ് മദറും അവരുടെ മകനായ യാങ്ങും പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം അവര് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ലാങ് ഒരു ചെറിയ ഡിന്നർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവന്റെ മാൻഷനിൽ. അവിടെ പങ്കെടുക്കാനായി അവർ പോകുന്ന സമയം അവർ നൈസായി മിങ്ങുമായി ചേർന്ന് നീ ഇവിടെ കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, എന്തായാലും നിന്നെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് ഈ വീട് തിരിച്ചു നേടേണ്ടതെന്ന്. അവൾക്ക് ഈ വീട് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയാവുന്ന അവർ അവളെ എരിപിരി കയറ്റുന്നു. അതിനായിട്ട് അവനെ പുറത്താക്കണം, അതിനായി നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, നീ കമ്പനിയിൽ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. അങ്ങനെ നീ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതിക്ക് നീ കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം സ്റ്റെപ്പ് മദർ പറയുമ്പോൾ അവർ ആക്ച്വലി തന്നെ ദ്രോഹിക്കാനായിട്ട് മനസ്സിൽ എപ്പോഴും പദ്ധതി കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിയാതെ അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് അവളെ കാണുമ്പോൾ യാങ് ആകട്ടെ അവളോട് തോളിൽ കൈയിട്ടൊക്കെ സംസാരിക്കാനായി നോക്കുന്നു. അവൾക്ക് അതിൽ പെട്ടെന്ന് ഒരു പന്തികേട് തോന്നിയില്ലേലും അത് കാണുന്ന ലാങ് ആണ് അവനെ തട്ടിമാറ്റുന്നത്. ഇവൾ എന്റെ സെർവന്റ് ആണ്, വർക്കിംഗ് ഹവേഴ്സിൽ ഇവളോട് അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇൻ കേസ് വല്ലതും അത്ര അത്യാവശ്യത്തിൽ പറയണമെങ്കിൽ അതിനാദ്യം എന്നോട് പെർമിഷൻ വാങ്ങണമെന്ന് അവനൊരു താക്കീത് കണക്ക് പറയുന്നു. അതിനുശേഷം അവളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി അവളോട് മോശമായി പെരുമാറാൻ നോക്കുന്നുണ്ട്. അവൾ എതിർക്കുമ്പോൾ ഇതേ കണക്ക് തന്നെയാണ് അവനും മുന്നേ കാണിച്ചത്. അതെന്താ നിനക്ക് മനസ്സിലായില്ലെന്ന് അവളുടെ ശരീരത്തിൽ അവളുടെ അനുവാദം ഇല്ലാതെ അവൻ തൊട്ടതിനെ പറ്റിയൊക്കെ കണ്ട് മനസ്സിലാക്കി വളരെ ഇഷ്ടക്കേടോടുകൂടി ലാങ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവളാകട്ടെ അടുത്ത ദിവസം അവളുടെ സ്റ്റെപ്പ് മദർ ഏർപ്പാടാക്കിയത് പ്രകാരം അവിടെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാമെന്ന് കരുതി കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ അവൾക്ക് ജോലി നൽകുന്നത് ചെയർമാന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. അതവിടെ എത്തുമ്പോൾ മാത്രമാണ് അവൾ അറിയുന്നത്. അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ചെയർമാൻ മറ്റാരുമല്ല ലാങ് ആണ്. വീട്ടിൽ നിങ്ങളെ സഹിക്കണം, ജോലി സ്ഥലത്ത് നിങ്ങളെ സഹിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല, എനിക്ക് നിങ്ങളുടെ അസിസ്റ്റന്റ് ആവാൻ സാധിക്കില്ല, ഞാനിവിടെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാനായി വന്ന, ഞാൻ പഠിച്ചത് ആ ഫീൽഡ് ആണെന്നും അവൾ പറയുമ്പോൾ എന്റെ അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് അല്ലാതെ നിനക്ക് ഇവിടെ വേറെ ഒരു പോസ്റ്റും ഇല്ല, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ വേഗം വന്ന പോലെ തിരിച്ചു പൊക്കോളാനി അവൻ പറയുന്ന സമയം പെട്ടെന്ന് അവൾക്ക് ഒരു ഐഡിയ, ഇവനിട്ട് പണി കൊടുക്കാനായി ഇവന്റെ അസിസ്റ്റന്റ് ആയി കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലൊരു പൊസിഷൻ ഈ കമ്പനിയിൽ കിട്ടില്ല എന്ന് തോന്നുന്നവൾ ശരി ഞാൻ തയ്യാറാണെന്ന് അവനോട് പറയുന്നു. അങ്ങനെ തന്റെ അസിസ്റ്റന്റ് ആയി നിൽക്കുന്ന ടീം അവൾ പാലിക്കേണ്ട ചില റൂൾസ് അവൻ വേഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനം അവൻ വിളിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡ് പോലും കോൾ അറ്റൻഡ് ചെയ്യാനായി വെയിറ്റ് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് ഫോൺ എടുത്തോണം, അവൻ മെസ്സേജ് അയച്ചാൽ 10 സെക്കൻഡിനുള്ളിൽ റിപ്ലൈ അയച്ചോണം എന്നിങ്ങനെ അവൻ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഇയാളുടെ അസിസ്റ്റന്റോ അതോ അടിമയോന്ന് അവൾ അതൊക്കെ കേട്ട് പല്ല് കടിച്ച് നിൽക്കുന്നു. അങ്ങനെ അന്നങ്ങട്ട് അവനൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. പാർട്ടിക്ക് പോകുന്ന കാര്യത്തെ പറ്റി അവൻ പറയുമ്പോഴേക്കും ഇനി ഇവൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായാൽ താൻ താങ്ങി പിടിച്ച് കൊണ്ടുവരേണ്ടി വരുമോ എന്ന ആ ഒരു രീതിക്ക് അവള് പാർട്ടിയാണെന്ന് കരുതി ഓവറായിട്ട് ഡ്രിങ്ക്സ് ഒന്നും അടിക്കണ്ട, അത് ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയുമ്പോൾ അവനാകട്ടെ ഓ ഇവൾക്ക് എന്നെ പറ്റി അത്രയ്ക്ക് കെയർ ആണെന്ന് മറ്റുള്ളൊന്ന് നോക്കുന്നുണ്ട്. അവനാകട്ടെ അന്ന് പാർട്ടിക്ക് പോയി നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി വീട്ടിലേക്ക് എത്തി നേരെ വന്ന് കിടക്കുന്നത് മിങ്ങിന്റെ റൂമിലാണ്. അവളാകട്ടെ അവനെ കണ്ട് നിങ്ങൾക്ക് എന്റെ റൂമിൽ കാര്യം എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോഴാണ് അവൻ എണ്ണിക്കുന്നത്. അയ്യോ സോറി എന്ന് പറഞ്ഞാൽ പോകാനായി നിൽക്കുന്നവൻ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് യാങ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ട് ആകെ കലിപ്പിലാവുന്നു. അവൻ എന്തിനാ നിനക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് ദേഷ്യപ്പെടുന്ന ലാങ് ആകട്ടെ എല്ലാവർക്കും അവനെ മതി, എല്ലാവരും എന്നെ തഴഞ്ഞ് അവനെ സ്വീകരിക്കുന്നതെന്നൊക്കെ ഭയങ്കരമായി തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് ലാങ് ആകട്ടെ മിങ്ങിനെ ഒരു റൂമിൽ പൂട്ടിയിടുന്നു. ഈ സമയം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. കുഞ്ഞായിരുന്ന ലാങ്ങിനെ മിങ്ങിന്റെ രണ്ടാനമ്മ ഉണ്ടല്ലോ മിസ്സസ് ഗു, അവർ ഒരു റൂമിൽ ലോക്ക് ചെയ്തിട്ടിരുന്നതും അന്ന് അവൻ അവിടെ കിടന്ന് അലമുറയിടുമ്പോ ആ ശബ്ദം കേട്ട് റൂം തുറന്നെത്തി അവനെ ആശ്വസിപ്പിച്ചിരുന്നത് ഈ മിങ്ങാണ്. കരയുണ്ടാട്ടോ എന്ന് പറഞ്ഞ് അവളുടെ ടെഡി ബിയർ ഒക്കെ അവനുമായി അവൾ ഷെയർ ചെയ്തിരുന്നു. അന്നൊക്കെ അവന് വലിയ ആശ്വാസമായിരുന്ന അവളെ എന്തിനാണ് ഇപ്പൊ ഇവൻ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നറിയില്ല. എന്തായാലും അവളെ ആ മുറിയിൽ പൂട്ടിയിട്ട ശേഷം അവൾ അകത്ത് കിടന്ന് കതക് തുറക്കാൻ ഈ അലമുറയിടുമ്പോ പുറത്തിരുന്നവൻ അവന്റെ ലൈഫിൽ വളരെ ആശ്വാസമായി മാറിയിരുന്ന അവളോട് ഇങ്ങനെ പെരുമാറുന്നതിന്റെ സങ്കടം കൊണ്ടാകാം വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ റൂമിന്റെ അകത്ത് കിടന്ന് കതക് തുറക്കാനായി തട്ടി വിളിക്കുമ്പോഴൊന്നും അവൻ കതക് തുറന്നതേയില്ല. കരഞ്ഞ് അവളോടുക്കം സൈലന്റ് ആകുമ്പോഴേക്കും കതക് തുറന്ന് അവൻ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മുറിയിൽ കൊണ്ടേ കിടത്തുന്നു. കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അവളുടെ മുഖം കണ്ട് അവന് വല്ലാതെ പാവം തോന്നുന്നുണ്ട്. കണ്ണുനീര് തുടയ്ക്കാനായി അവൻ കൈ ഉയർത്തുമ്പോഴേക്കും അവൾ അവനോട് ദേഷ്യത്തില് മുഖം വെട്ടിച്ചു മാറ്റുന്നു. ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആന്റി എത്തുന്നുണ്ട്. നീ ചുമ്മാ ഇവരുടെ ഒന്നും അടവില് വീഴരുത്, ഇവളും എന്തായാലും അവരെ പോലെ പേരും കള്ളി തന്നെയാ, അവളുടെ അഭിനയം കണ്ടില്ലെന്നൊക്കെ അവളെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നു.
ആന്റി പേടിക്കണ്ട, ഞാൻ പ്രതികാരം ചെയ്തിരിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പൊ ഞാനുള്ളത് ടെമ്പററി ചെയർമാൻ പോസ്റ്റിലാണ്. ഉടനടി ചെയർമാൻ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ആ ഇലക്ഷനിൽ ജയിച്ച് ഞാൻ എന്റെ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഞാൻ വീണ്ടെടുക്കുമെന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ വരാൻ പോകുന്ന ചെയർമാൻ ഇലക്ഷനിൽ ലാങ്ങിനെതിരെ വോട്ടുകൾ നേടിയാൽ തനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മിങ്ങിന്റെ രണ്ടനമ്മയായ മിസസ് ഗു ആട്ടെ മിങ്ങിനോട് നീ ലാങ്ങിനെതിരെ വോട്ടുകൾ ആളുകളോട് സംസാരിച്ച് എങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവൾ പലരോടും പോയി സംസാരിക്കുന്നുണ്ട്, പല ഷെയർ ഹോൾഡേഴ്സിനോടും. ആ സമയത്തൊന്നും അവരാരും ഈ മിസസ് ഗുവിനെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യാമെന്ന് സമ്മതിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ തന്നെ ലാങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരുന്നു താല്പര്യം. തനിക്കെതിരെ വോട്ടുകൾ നോക്കാനേ അവൾ നടക്കുകയാണെന്ന കാര്യം മനസ്സിലാക്കുന്ന ലാങ് ആകട്ടെ മിങ്ങിനോട് നിനക്ക് എന്നെ തോൽപ്പിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ തട്ടിപ്പിലൂടെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഷെയർസ് കുറെ കൈക്കലാക്കിന്ന് കരുതി ഈ കമ്പനിയുടെ ചെയർമാനായവന്നെ നിനക്ക് യാതൊരു യോഗ്യതയില്ലാന്ന് അവൾ അവനോട് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? നീ ആർക്കു വേണ്ടിയാണോ എനിക്കെതിരെ പടവെട്ടാനേ ഒരുങ്ങുന്നത്? ആർക്കു വേണ്ടിയാണോ എനിക്കെതിരെ വോട്ട് നേടാൻ ഈ ശ്രമിക്കുന്നത്? അവരാണ് നിന്റെ യഥാർത്ഥ ശത്രു. നീ വിചാരിക്കുന്ന കണക്ക് അവരെത്ര നല്ലവരല്ല, അത് നീ മനസ്സിലാക്കാനായി അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. അവൻ കാര്യങ്ങൾ വ്യക്തമാക്കാതെ അങ്ങനെയൊക്കെ ഒരു സൂചന കണക്ക് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കാര്യമാക്കിയതേയില്ല. എന്തായാലും ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തന്നെ ലാങ്ങിനെ സപ്പോർട്ട് ചെയ്താണ് വോട്ട് ചെയ്യുന്നത്. മിസസ് ഗു ആകെപ്പാടെ നിരാശയായി പോകുന്നുണ്ട്. അങ്ങനെ ടെമ്പററി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പെർമനന്റ് ആയി കമ്പനിയുടെ ചെയർമാനായി മാറിയിരിക്കുകയാണ് ലാങ്. അങ്ങനെ അന്ന് തിരക്കുകളൊക്കെ കാരണം ഓഫീസിലെ ലേറ്റ് നൈറ്റും ലാങ് ഇരിക്കുകയാണ്. അപ്പോഴാണ് ശക്തമായി ഇടിമിന്നലും അടിക്കുന്നത്. ഇടിമിന്നലൊക്കെ തന്നെ മിങ്ങിന് പേടിയാണെന്നത് കുട്ടിക്കാലത്തെ അവളെ അറിയാവുന്ന ലാങ്ങിന് നന്നായി അറിയാം. അതുകൊണ്ട് അവൾ ഓഫീസിലുണ്ടല്ലോ, അവൾ പേടിച്ചിരിക്കായിരിക്കോ എന്ന് നോക്കാനായി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും യാങ് ആകട്ടെ പേടിച്ചിരിക്കുന്ന മിങ്ങിന്റെ അടുത്തിരുന്ന് അവള് നൈസായി മുതലെടുക്കാൻ നോക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ലാങ് കാണുന്നത്. അവന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ഞാനൊരു വിഡ്ഢി തന്നെ, അവളെ ഓർത്ത് ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നത്? അവളെ താങ്ങാനായി എത്ര പേരുണ്ടെന്ന് കണ്ടില്ല, അവളതൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ആകെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കലിപ്പിന് അന്നാട്ടെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ടീം അവളോട് മഴയത്ത് അവൾ കുട ചൂടി കൊടുക്കുമ്പോൾ ദേഷ്യപ്പെടുകയും ബലമായി കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ എന്തിനു തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നത് അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസമായിട്ട് അവൻ അവളെ നിർബന്ധിച്ച് ഒരു പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ആദ്യം അവൾ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ അസിസ്റ്റന്റ് ആണ്, നീങ്കി വന്നേ പറ്റൂന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവൾക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ്. ആ പാർട്ടിക്കിടയിൽ വെച്ച് അവളെ ചില പെൺകുട്ടികൾ അപമാനിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ലാങ് ആകട്ടെ എല്ലാവരും കേൾക്കെ തന്നെ മിങ് തന്റെ ഫിയാൻസി ആണെന്ന കാര്യം അവിടെ പ്രഖ്യാപിക്കുന്നു. അത് അവളെ തന്നെ വളരെ ഷോക്ക് ആക്കുന്നുണ്ട്. എന്തായാലും ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റായി അവനോട് നീ എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചില സമയം എന്നെ ചേർത്ത് പിടിക്കും, ചില സമയം എന്നെ തള്ളി എറിയും, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് പിറുവിറുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് അടിമയായിരിക്കാനായി താല്പര്യമുള്ളതുകൊണ്ടോ അല്ലെ നിങ്ങളോട് മറ്റെന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടോ അല്ല. ഈ വീട് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ്. ഈ വീട് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റേതാണ്. അവൻ ഇതെനിക്ക് തിരിച്ചു കൊടുക്കണമെന്നല്ല മിങ് പറയുമ്പോൾ അവൾ പറയുന്നത് തന്നെ പറ്റി തന്നെയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവളാകട്ടെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഇത്രയും പറഞ്ഞ ആകെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇപ്പോഴും തന്നെ ഓർത്തിരിപ്പുണ്ട്. പക്ഷെ ഈ നിൽക്കുന്ന താനാണ് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് അവൾക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നത് അവന് വ്യക്തമാവുന്നു. എന്തായാലും അവൻ അവളെ സേഫ് ആയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവനങ്ങട്ട് ആ പാർട്ടിക്കിടയിൽ അവളെ ഫിയാൻസി എന്ന് പ്രഖ്യാപിച്ച കാര്യം ആന്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിക്ക് ആകെ കലിപ്പ്. ഇവൻ അവളെ പ്രണയിക്കുമോ, പ്രതികാരം വീട്ടാതെ ഇവൻ വഴിമാറി പോകുമോ എന്ന് ടെൻഷൻ ആവുന്ന ആന്റി ആകട്ടെ അവളെ ഉപദ്രവിക്കാനായി നോക്കുന്നു. അതിന്റെ ഭാഗമായി അവളെ മറ്റൊരിടത്തേക്ക് ആന്റി കടത്തിക്കൊണ്ട് പോകുന്നത് അല്പം കഴിഞ്ഞാണ് അവൻ അറിയുന്നത്. അവൻ അവിടേക്ക് ചെന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. അതൊന്നും തന്നെ അപ്പോ അബോധാവസ്ഥയിൽ ഉണ്ടായിരുന്ന അവൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ബോധം വരുന്ന അവളുടെ അടുത്ത് അവനുള്ളതും അവൾ തിരിച്ച് വീട്ടിലെത്തിയതും അവന്റെ ദേഹത്തുള്ള പരിക്കും കണ്ട് അവനാണ് തന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ തന്നെ ശത്രുവായി കാണുന്ന അവൻ എന്തിനു തന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും അവൻ വളരെ കെയർ ചെയ്യുന്നത് കണക്കും പലപ്പോഴും അവൻ വളരെ തന്നെ ദ്രോഹിക്കുന്ന കണക്കും അവൾക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ രണ്ട് രീതിയിൽ പെരുമാറുന്നു എന്നത് അവൾക്ക് അറിയില്ല. ഇതേ സമയം അവൻ ആകെ കുറ്റബോധത്തിലാണ്. കാരണം അവൻ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോഴും ഇവനാണ് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് അറിയാത്ത അവൾ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ പറ്റി പുലമ്പുന്നതും വർഷങ്ങളായി അവനെയാണ് അവൾ കാത്തിരിക്കുന്നതെന്നെല്ലാം ആ ഒരു പൂർണ്ണ ബോധമില്ലാത്ത സമയത്ത് പിറുവിറുക്കുന്നതും അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ അവളെ ദ്രോഹിക്കുന്ന താനാണ് ആ ഒരു കളിക്കൂട്ടുകാരനെന്ന് അവൾ അറിയുമ്പോൾ ഏത് രീതിയിൽ താൻ അവളെ ഫേസ് ചെയ്യുമെന്ന് അവൻ ആകെ കുറ്റബോധം. എന്തെങ്കിലും അടുത്ത ദിവസമായിട്ട് അവൾ വീണ്ടും ഇനി താൻ അറിയാതെ ഒരു അപകടത്തിലും ചെന്ന് ചാടരുത് എന്ന് ഉറപ്പിക്കുന്ന അവൻ അവൾക്ക് ഒരു GPS ട്രാക്കിംഗ് ഒക്കെയുള്ള വാച്ച് നൽകുന്നുണ്ട്. അവളത് ഇടാൻ മടിക്കുമ്പോൾ നീ അത് ഇട്ടേ പറ്റൂന്ന് പറയുന്നവൻ നിന്നെ ഞാൻ എന്റെ ഫിയാൻസിയായി എല്ലാവരുടെ മുന്നിൽ പ്രഖ്യാപിച്ചതാണ്. ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഒരു വർഷത്തിനുള്ളിൽ നീ വളരെയേറെ ഇഷ്ടപ്പെടുന്ന നിന്റെ മെമ്മറീസ് ഒക്കെയുള്ള ആ ഒരു വീട് ഞാൻ തിരിച്ചു തരാം. പക്ഷെ പകരം നിന്റെ കയ്യിലുള്ള ആ ഒരു 10% ഷെയർസ് എനിക്ക് നീ തരണമെന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ തരില്ല എന്നതായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ അവിടെ വെച്ച് അവർക്കിടയിൽ ഒരു വാക്കേറ്റമുണ്ടായി. അവൾ അവിടെ നിന്ന് പോന്നു. പക്ഷെ പിന്നീട് അവൾ അപകടത്തിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. യാങ് ആകട്ടെ അവളെ ലഹരി കൊടുത്ത് മയക്കി ഒരു ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ച് ഉപദ്രവിക്കാനായി നോക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന യാങ്ങിന്റെ പ്ലാനിംഗ് പ്രകാരം കാര്യങ്ങൾ പൂർണ്ണമായി നടക്കുമെന്നെ ആ ഹോട്ടൽ മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ അബോധാവസ്ഥയിലുണ്ടായിരുന്ന മിങ്ങിനെ കാണുന്നു. അവിടെ നിന്ന് മിങ്ങിനെ ലാങ് കൂട്ടിക്കൊണ്ടുവരാനായി നോക്കുമ്പോഴേക്കും ആ ലഹരിയുടെ എഫക്റ്റിൽ അവൾ നീ വന്നു എന്ന് ചോദിച്ച് അവനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇവൻ അവളുടെ കളിക്കൂട്ടുകാരനാണ് എന്ന ഒരു രീതിക്കാണ് ബോധമില്ലാതെ അങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി അവൻ അതാണെങ്കിലും അവൾക്ക് അത് വ്യക്തമായി അറിയില്ലല്ലോ. കൂടാതെ അവനാകട്ടെ അവളുടെ ഡയറി കാണുന്നു. ആ ഡയറിയിൽ തന്റെ കളിക്കൂട്ടുകാരനെ പറ്റിയൊക്കെ പലതും അവൾ
വളരെ സ്നേഹത്തോടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് അവൻ ചിരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും വീട്ടിലെത്തി ചെറിയൊരു മയക്കം കഴിഞ്ഞ ബോധം വരുന്ന അവളാകട്ടെ അവൻ ആ ബുക്ക് വായിച്ചിരിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ അത് പിടിച്ചു വാങ്ങാണ്. നിങ്ങൾ എന്തിനാ എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ആക്കിയത്? ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യാൻ നടത്തിയ നാടകമായിരുന്നു അല്ലേ? എന്നോട് ചോദിക്കാതെ ഞാനുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറയുന്നു. ഇപ്പൊ അത് ബ്രേക്ക് ചെയ്യാനേ എന്നെ ഒരാൾ ലഹരി തന്ന് ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്ന കണക്ക് ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ CCTV ഫുട്ടേജ് ലീക്ക് ആക്കുകയും ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തു എന്ന് അതിലൂടെ ഒരു ന്യൂസ് പുറത്തു വിടുകയും ചെയ്തു അല്ലേ? എത്ര ചീപ്പായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ അവൾ ദേഷ്യപ്പെടുമ്പോൾ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തു എന്നൊരു ന്യൂസ് ഞാൻ കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷെ ഞാനല്ല നിന്നെ ലഹരി തന്ന് ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയത്. നല്ലതാരാ ചീത്തയാരാണെന്ന് കണ്ണു തുറന്നൊന്ന് കാണാനേ അവൻ അവളോട് പറയുന്നു. ഈ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തു എന്ന ന്യൂസ് കൊടുത്തത് ലാങ് ആണെങ്കിലും അത് അവന്റെ ആന്റിയുടെ നിർബന്ധപ്രകാരമാണ്. അങ്ങനെ ഒരു കാര്യം ആ പാർട്ടിയിൽ വെച്ച് അവൻ പറഞ്ഞത് ആന്റിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആന്റി തന്നെ അവളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ അവൻ അത് ബ്രേക്ക് ചെയ്തു എന്നൊരു ന്യൂസ് എത്രയും പെട്ടെന്ന് കൊടുത്തോ എന്നൊരു സാഹചര്യം ആന്റി ആവശ്യപ്പെട്ടപ്പോൾ അവൻ അങ്ങനെ ചെയ്തതാണ്. അതേസമയം തന്നെയാണ് ഞാനാകട്ടെ ഇവളെ ഉപദ്രവിക്കാനായി നോക്കിയത്. അങ്ങനെ രണ്ടും കൂടി ചേർന്ന് ന്യൂസ് ഇങ്ങനെ ആയിരുന്നേ ഉള്ളൂ. പക്ഷെ അവൾ ഇവനെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മറ്റൊരാളുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞ അവൾ ഇതുപോലെ വേറൊരാളുടെ കൂടെ ഹോട്ടൽ മുറിയിൽ പോയി എന്ന രീതിയിൽ ആ ഒരു വീഡിയോ പ്രചരിച്ചത് അവൾക്ക് വളരെ ചീത്ത പേര് നൽകുന്നുണ്ട്. അതിന്റെ പേരിൽ അവൾ സങ്കടപ്പെട്ട് ഡ്രിങ്ക്സ് അടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവൻ എത്തുന്നു. പെട്ടെന്ന് അവനെ കണ്ട് അവൾ മാറാനായി ഒരുങ്ങുന്ന സമയത്ത് പൂളിലേക്ക് അവൾ വീഴാനായി പോകുന്നു എന്ന് തോന്നുന്നു അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. ഈ ഒരു ടൈമാണ് അവന്റെ ദേഹത്തുള്ള ഒരു തഴമ്പ് അവൾ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോഴേ തന്റെ കളിക്കൂട്ടുകാരനെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. നീ അവനല്ലേ എന്ന് ചോദിച്ച് ആ ഒരു പ്രത്യേക തഴമ്പ് കാണിച്ച് അവൾ സംസാരിക്കുമ്പോൾ ഞാൻ അതൊന്നും അല്ല, എന്റെ ദേഹത്ത് പലയിടങ്ങളിലും മുറിവുണ്ട്, ഞാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അതിന്റെ ഭാഗമായി സംഭവിച്ച മുറിവുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് അവൻ വിഷയം മാറ്റുന്നു. പക്ഷെ തന്റെ കളിക്കൂട്ടുകാരനുണ്ടെന്ന് അവൾക്ക് കറക്റ്റായി അറിയാവുന്ന അതേ മോഡൽ തഴമ്പും മുറിവും അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നത് അവളുടെ സംശയം ഉണ്ടാക്കുന്നു. അതൊന്ന് കണ്ടുപിടിക്കാനായി തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് പീനട്ട് അലർജി ആണ് എന്നറിയാവുന്ന അവൾ ഇവന് പീനട്ട് ഇട്ട് ഒരു ചായ കൊടുക്കാനായി നോക്കുന്നുണ്ട്, ഇവന് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായി. പക്ഷെ അത് മനസ്സിലാക്കുന്ന അവൻ തന്ത്രപരമായി ആ ചായ കുടിക്കാതെ അത് തന്നോട് സംസാരിക്കാനായി ഓഫീസ് റൂമിൽ എത്തുന്ന മറ്റൊരു സ്റ്റാഫിനെ കൊണ്ട് കുടിപ്പിച്ച് ഒഴിഞ്ഞു മാറുന്നു. തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് അടച്ചിട്ട മുറിയൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കാലത്ത് ഒരുപാട് ട്രോമ അവൻ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നറിയാവുന്നവൾ അവനെ നൈസായിട്ട് ഒരു മുറിയിൽ ലോക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയം വളരെ പാനിക് ആവുന്നവൻ അവൾ അടുത്തേക്ക് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് സത്യങ്ങൾ ഇപ്പൊ തുറന്നു പറയും എന്നൊരു സിറ്റുവേഷൻ ആകുമ്പോഴേക്കും ആരും അവിടേക്ക് എത്തുകയും ഡോർ തുറക്കുകയും ചെയ്യുന്നു. ഉടനെ അവനും ആ ഒരു പേടിയിൽ നിന്ന് വിട്ടുമാറുകയും അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. പക്ഷെ അവൾ അപ്പോഴും ഇവനാണ് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന ഒരു ഡൗട്ടിൽ തന്നെയാണുള്ളത്. സത്യം പറ, നീ അവനല്ലേ? എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിയുന്നില്ല? ചോദിക്കുന്ന അവൾ എന്തിനാണ് തന്നോട് ഇത്ര വൈരാഗ്യത്തോടെ പെരുമാറുന്നത്? കുട്ടിക്കാലത്ത് അവനെ തന്റെ സ്റ്റെപ്പ് മദറെ ദ്രോഹിച്ചതൊക്കെ തനിക്കറിയാം, പക്ഷെ എന്തിനാ തന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നു എന്ന് മനസ്സിലാവാതെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് താനാണ് എന്നത് തുറന്ന് പറയാതെ അവളോട് ഭയങ്കര വെറുപ്പോട് കൂടി തന്നെ അവൻ സംസാരിക്കുമ്പോൾ ഇനി ഇവൻ തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെങ്കിൽ തന്നെ ഇവൻ തന്നെ വല്ലാതെ വെറുക്കുന്നു എന്ന ആ ഒരു സംസാരം കേട്ട് മനസ്സിൽ തോന്നുന്നവൾ ശരി, ഇനി ഞാൻ ഒരു ശല്യമായി വരില്ല, അവന് വേണ്ടിയാ ഇത്രയും നാള് ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ അവന് തന്നെ എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്നവൾ നേരെ പോകുന്നത് മിസ്സസ് ഗോവിന്റെ അടുത്തേക്കാണ്, അവളുടെ സ്റ്റെപ്പ് മദറിന്റെ അടുത്തേക്ക് തന്നെ. അവരോട് അവളുടെ കയ്യിലുള്ള 10% ഷെയർസ് അവർക്ക് കൊടുക്കാനായി തയ്യാറാണെന്ന് അവൾ പറയുന്നു. അവൾക്ക് ഇവർ അവളെ ദ്രോഹിക്കാനായി നിൽക്കുന്ന ഒരാളാണ് എന്നതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് മദറിനെയും അവരുടെ മകനെയും അവൾ അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ യാങ് ആകട്ടെ അവളെ ഒരു പാർട്ടിക്കിടയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നൈസായി അവളെ അപായപ്പെടുത്താനായി പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതും നടക്കാത്ത വിധം ഇപ്പൊ തന്നോട് മിങ് ഭയങ്കരമായ പിണക്കത്തിലാണ് എന്നറിയാമെങ്കിലും ലാങ് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അവളപ്പോ അവനോട് വളരെ റൂഡായി തന്നെയാണ് പെരുമാറുന്നത്. അതിന്റെ സങ്കടത്തിൽ അവൻ വളരെയധികം ഡ്രിങ്ക്സ് അടിച്ച് അന്ന് ഫിറ്റ് ആയി പോകുന്നുണ്ട്. അന്നാകട്ടെ ഇവരുടെ പുതിയൊരു നടപ്പാകാനിരുന്ന പ്രോജക്ടിന്റെ മാനേജർ ആ പ്രോജക്ടിന്റെ ഫണ്ടൊക്കെ കമ്പനിയിൽ തിരിമറി നടത്തി എങ്ങോട്ടോ ഓടിപ്പോകുന്നു. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ കമ്പനി ഇപ്പോൾ ഹെഡ് ചെയ്യുന്ന ലാങ് ആകെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും ആക്ച്വലി അതിന് പിന്നിൽ തന്റെ സ്റ്റെപ്പ് മദർ ആണ് എന്നത് മിങ്ങിന് പോലും അറിയാത്ത കാര്യമാണ്. മിങ് ആകട്ടെ ലാങ്ങിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കമ്പനിക്ക് ഇത്ര വലിയൊരു നഷ്ടം വന്നതൊക്കെ തെറ്റിദ്ധരിച്ച് അവനെ പറ്റുന്നത്ര കുത്തി നോവിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് അവൾക്ക് തന്റെ സ്റ്റെപ്പ് മദർ ആണ് ഇതിന് പിന്നിൽ എന്ന ഒരു സത്യം വ്യക്തമാവുന്നത്. അവൾ ഈ ഒരു കാര്യത്തെ പറ്റി എത്രയും പെട്ടെന്ന് ലാങ്ങിനെ അറിയിക്കാനായി പോകുന്നു. പക്ഷെ അപ്പോഴേക്കും അവനാകെ ഇപ്പോ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണല്ലോ. അവിടെ മറ്റൊരു വലിയ ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ മകളുണ്ട് ലിസ. ലിസയ്ക്ക് ലാങ്ങിൽ ഒരു കണ്ണുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവസരം മുതലെടുത്ത അവൾ അച്ഛൻ ലാങ്ങിനെ സഹായിക്കുമെന്ന പേരിൽ ലാങ്ങുമായി അടുക്കാനായി നോക്കുന്നുണ്ട്. അവളാകട്ടെ ലാങ്ങിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തന്റെ സ്റ്റെപ്പ് മദർ ചെയ്ത ചതിയുടെ കാര്യം പറയാനായി മിങ് ലാങ്ങിനെ കാണാനായി വരുന്നത്. അവൾക്ക് ഇവർ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് വല്ലാത്തൊരു അസൂയ ഫീൽ ആവുന്നു. അതുകൊണ്ട് തന്നെ പറയാൻ വന്ന കാര്യം പറയാതെ അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഫണ്ട് തട്ടിയെടുത്ത മാനേജർ ഇന്ന് കപ്പലിൽ രക്ഷപ്പെടുമെന്ന കാര്യം അറിയാവുന്നവൾ ലാങ്ങിനെ കൂട്ടി അയാളെ പിടിക്കാം എന്ന പ്ലാൻ ചെയ്ത് അവനോട് പറയാനേ വന്നതാണെങ്കിലും പിന്നെ പറയാതെ പോയതുകൊണ്ട് എന്തായാലും അയാൾ രക്ഷപ്പെട്ട അയാളെ പിടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് താൻ ഒറ്റയ്ക്കായാലും അയാളെ പിടിക്കണമെന്ന് കരുതി അങ്ങനെ റിസ്ക് എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അവൾക്ക് അയാളെ പിടിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല അവളെ ആക്രമിച്ച് ബന്ദിയാക്കുകയും ചെയ്യുന്നു. ഇതേസമയം ഈ നടന്ന കാര്യം അറിയില്ലെങ്കിലും അവൾ മുന്നേ ഇവിടെ വന്നിട്ട് പോയത് കണ്ട് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ അവളെ ട്രേസ് ചെയ്യാനായി അവൾക്കൊരു GPS വാച്ച് നൽകിയിരുന്നല്ലോ, അത് ഉപയോഗിക്കുന്നു. അങ്ങനെ അവൻ എത്തുമ്പോൾ അവളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കാണുകയും അവൻ വേഗം തന്നെ ആകെ ടെൻഷനിൽ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഈ സമയം അവൾ അബോധാവസ്ഥയിലാണെന്ന് കരുതി അവനാകട്ടെ ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല, നിനക്ക് ഇത്രയും വലിയ ആപത്ത് സംഭവിക്കുന്നു ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാനല്ല നിന്റെ
കളിക്കൂട്ടുകാരനെന്ന് ഞാൻ കള്ളം പറയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ അവൻ എത്തിച്ച ശേഷം ബോധം വരുന്ന അവളാകട്ടെ ആക്ച്വലി അവൾക്ക് ബോധം ഉണ്ടായിരുന്നു അവൻ മുന്നേ ആ കാര്യം പറഞ്ഞ് കരയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ അവളെ കാണാനേ വരുന്ന ടീം എനിക്ക് ഓൾറെഡി നീ ആരായിരുന്നു എന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ലാങ്ങിനെ കാണാനായി ലിസ എത്തുന്നു. അവൾ ലാങ്ങിന്റെ മുന്നിൽ അവനെ ഹെൽപ്പ് ചെയ്യാനായി അവൾ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തുദ്ദേശത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നറിയാവുന്ന അവൻ അങ്ങനെ ഒരു താല്പര്യം അവൻ അവളോട് ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ലാങ്ങും മിങ്ങും ഒന്നിച്ചോ എന്ന ഡൗട്ട് വരുന്ന ലിസ ആകട്ടെ മിങ്ങിനോട് തനിയെ സംസാരിക്കുന്നു. ലാങ് ആകെപ്പാടെ പ്രതിസന്ധിയിലാണ്. അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച അവനാകട്ടെ നിന്റെ കാര്യം കൊണ്ട് എന്റെ ഒരു ഹെൽപ്പും വാങ്ങാനായി നിൽക്കുന്നില്ല. എന്തായാലും നീ കൂടെ ഉണ്ടെങ്കിൽ അവന് കണ്ടകശനി മാത്രമേ സംഭവിക്കൂ. നിന്റെ അച്ഛൻ കാരണം ജീവിതവും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ട ഒരാളാണ് ലാങ്ങിന്റെ അമ്മ. അവൻ കുറെ സ്ട്രഗിൾ ചെയ്തു. നീ ആകട്ടെ നിന്റെ കയ്യിലുണ്ടായിരുന്ന 10% ഷെയർസും കൂടി നിന്റെ സ്റ്റെപ്പ് മദർക്ക് എഴുതി കൊടുത്ത് വീണ്ടും ലാങ്ങിനിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. എന്നിട്ടും നിനക്ക് വീണ്ടും അവന്റെ കൂടെ നിൽക്കാനായി നാണമില്ല. ഇനി അവന്റെ പുക കാണാനായിട്ടാണ് നീ കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി തന്നെ മിങ്ങിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ലിസ പറയുമ്പോൾ ശരിയാണ്, തന്റെ അച്ഛൻ ലാങ്ങിനെ ഒരുപാട് കൊച്ചിലെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ഇവൻ തന്റെ കളിക്കൂട്ടുകാരനാണ് എന്ന് മനസ്സിലായ ശേഷമാണ് എന്തിനാണ് ഇവൻ തന്നോട് പ്രതികാരം വീട്ടുന്നത് എന്നത് അവൾക്ക് വ്യക്തമാവുന്നത്. കൂടാതെ താനും പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിന് പുറത്ത് അവന് വലിയ ദ്രോഹം തന്നെയാണ് ആ ഷെയർസ് തന്റെ സ്റ്റെപ്പ് മദർക്ക് എഴുതി കൊടുത്തതിലൂടെ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഷെയർ എഴുതി കൊടുത്തതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് സ്റ്റെപ്പ് മദർ മുൻകൈയെടുത്ത് ഈ സാമ്പത്തിക തട്ടിപ്പ് ഇപ്പം നടത്തിയതും അതിന്റെ പേരിൽ ലാങ്ങിനെ പൂട്ടാനായി നോക്കുന്നത്. താൻ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ പ്രശ്നം മാത്രമേ സംഭവിക്കൂ എന്ന് തോന്നുന്നവൾ താൻ ഇല്ലാണ്ടായാൽ ഒരുപക്ഷെ അവൻ ലിസയെ അക്സെപ്റ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നി അവന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി അവളാകട്ടെ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട് അവന് വേണ്ടി. അവനോട് മനസ്സ് നിറയെ സ്നേഹമുള്ളതുകൊണ്ട് അവന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചവൾ ആ ഒരു സ്നേഹവും പക്ഷേ വെളിപ്പെടുത്താത്ത രീതിയിലാണ് ആ കുറിപ്പ് എഴുതുന്നത്. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം നീയാണ്, നിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല, നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ ഈ കത്ത് വായിച്ച് വെറുപ്പ് കൊണ്ട് അന്വേഷിച്ചു വരാൻ മുതിരരുത് എന്ന രീതിക്കാണ് അവൾ ആ കത്ത് എഴുതി തീർക്കുന്നത്. അങ്ങനെ അവൾ നേരെ പോകുന്നത് യാങ്ങിനോട് അവൾ കൊടുത്ത ആ ഒരു ഷെയർസ് തിരിച്ച് മേടിക്കാനായിട്ടാണ്. യാങ് ആകട്ടെ ഷെയർസ് അങ്ങനെ അങ്ങ് തരാൻ പറ്റില്ല, നീ ആദ്യം ഡ്രിങ്ക്സ് അടിക്ക്, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിക്കുന്നു. അങ്ങനെ അവൾ ഫിറ്റ് ആവുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൻ അവളെ ഉപദ്രവിക്കാനായി ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് ലാങ് വരുന്നത്. ഇവൾ എന്റേതാണ്, ഇനി അവളെ ഉപദ്രവിക്കാന്ന് നീ ചിന്തിച്ചാൽ പോലും വിവരം അറിയുന്നു പറഞ്ഞ ഭയങ്കരമായി യാങ്ങിനെ പേടിപ്പിച്ച് അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് അന്നാകട്ടെ അവർ പരസ്പരം മനസ്സ് തുറന്ന് എല്ലാം സംസാരിക്കുന്നുണ്ട്. അവന് തന്നോട് വെറുപ്പില്ല, ഇഷ്ടം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. ഒപ്പം അവൾക്ക് തന്നോട് ഒരുപാട് സ്നേഹമാണ്. താൻ അവളെ ഒരുപാട് ദ്രോഹിച്ചെങ്കിലും പിന്നീട് താനാണ് അവളുടെ കളിക്കൂട്ടുകാരനെന്ന് അറിഞ്ഞപ്പോഴും ആ ദ്രോഹിച്ചതിന്റെ ഒരു വെറുപ്പും അവൾക്കില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് അറിയാവുന്ന അവനും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. തുടർന്ന് അന്നവർ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ അപ്പോഴും അവന്റെ സെക്രട്ടറി ആയി തന്നെ അവൾ തുടരുകയാണ്. തുടർന്ന് അടുത്ത ദിവസം ഓഫീസിലിരിക്കുന്ന അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് യാങ് ആണ്. കഴിഞ്ഞ ദിവസം അവളോട് അങ്ങനെ പെരുമാറിയതിന്റെ പേരിൽ മാപ്പ് പറയുന്ന അവനാകട്ടെ ആ 10% ഷെയർസ് തിരിച്ചു കൊടുക്കാനായി തയ്യാറാണ്, അവളൊന്ന് വരണമെന്നും പറഞ്ഞ് അവളെ വിളിക്കുകയും അവൻ വിളിച്ചത് വിശ്വസിച്ച് അവിടേക്ക് എത്തുന്ന അവളെ അവൻ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ലാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് നിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ കസ്റ്റഡിയിലാണ്, അവളെ കൊല്ലണ്ടെങ്കിൽ നീ ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഷെയർസ് നേടിയെടുക്കാനായിട്ടുള്ള ഡോക്യുമെന്റിൽ യാങ് ലാങ്ങിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം യാങ് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്ന മിങ്ങിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന അവൻ ഈ കാര്യങ്ങളൊക്കെ അവളോട് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഷെയർസ് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു, അത്രയും വാല്യൂ ഒന്നും എന്റെ ജീവനില്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നുണ്ട്. എനിക്കങ്ങനെയല്ല, എനിക്ക് ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് നീ തന്നെയാണ്, പ്രതികാരം വീട്ടണം എന്നത് എന്റെ പ്രയോറിറ്റി ആണെങ്കിൽ പോലും നിനക്ക് മേളിലല്ല എനിക്കുള്ള പ്രതികാരമെന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ കമ്പനിയുടെ സിഇഒ ആകാനായി യാങ് ഒരുങ്ങുമ്പോഴേക്കും അവൻ കമ്പനിയിൽ ഒരുപാട് തിരിമറി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തെളിവ് സഹിതം പോലീസ് കേസ് കൊടുക്കുകയും ഒപ്പം മിങ്ങിനെ മുന്നേ കടത്തിക്കൊണ്ടുപോയി അപായപ്പെടുത്താൻ നോക്കിയതിന്റെ പേരിലും കൂടി കേസ് കൊടുത്ത് അവനെ അപ്പാടെ ലാങ് പൂട്ടുന്നു. എന്റെ മകനെ കുടിക്കുകയോ എന്ന് ആകെ കലി വരുന്ന മിസ്സസ് ഗു ആട്ടെ അതിന്റെ പേരിൽ ബഹളം വെക്കാനായി ലാങ്ങിന്റെ മാൻഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലാങ്ങിന്റെ ആന്റിയെ കാണുന്നു. തുടർന്ന് അവർക്കിടയിൽ നടക്കുന്ന സംസാരത്തിൽ നിന്നാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ആക്ച്വലി ഈ ആന്റി ലാങ്ങിന്റെ സ്വന്തം ആന്റി അല്ല, മറിച്ച് അവനൊരു അനാഥയായ സമയത്ത് അവനെ ഇവർ എടുത്തു വളർത്തിയതാണ്. അതും ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ ലാങ്ങിന്റെ അമ്മയ്ക്ക് വലിയ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സിംഗിൾ മദറായി അവർ ആ ബിസിനസ് ഒക്കെ നന്നായി നോക്കി തന്റെ ഫാമിലിയും നന്നായിട്ട് കൊണ്ടുപോകുന്ന സമയം അത് തട്ടിയെടുക്കാനായി അവരുടെ സുഹൃത്തായി നിന്ന് ബിസിനസ് ചെയ്യുകയായിരുന്ന മിങ്ങിന്റെ അച്ഛന്റെ ഭാര്യയായ ഈ രണ്ടാനമ്മ ഉണ്ടല്ലോ, സ്റ്റെപ്പ് മദർ, പുള്ളിക്കാരി ശ്രമിച്ചു. മിങ്ങിന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അത് തടയാനായി നോക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾ ചെയ്താൽ നമുക്ക് നന്നായി ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ കൊന്നുകളയുന്നൊക്കെ പറഞ്ഞ് അമ്മ മരിച്ചതോടുകൂടി തന്റെ രണ്ടാം ഭാര്യയുടെ സംരക്ഷണയിൽ കഴിയേണ്ടി വരുന്ന മകളെ ആ രണ്ടാം ഭാര്യ തന്നെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ മിങ്ങിന്റെ അച്ഛന് വേറെ വഴിയില്ലാതെ തന്റെ രണ്ടാം ഭാര്യ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കേണ്ടി വന്നു. അങ്ങനെ ലാങ്ങിന്റെ അമ്മയെ ചതിച്ച് സ്വത്തൊക്കെ കൈക്കലാക്കുകയും ലാങ്ങിന്റെ അമ്മയെ മിങ്ങിന്റെ സ്റ്റെപ്പ് മദർ കൊല്ലുകയും ചെയ്തു. അവർ ലാങ്ങിനെയും വന്ന് കൊല്ലാൻ നോക്കിയെങ്കിലും അവൻ കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് കൊല്ലാതെ അവനെ ഒരുവിധം ജീവൻ രക്ഷിക്കാനായി മിങ്ങിന്റെ അച്ഛന് സാധിച്ചെങ്കിലും അവനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് ഈ ഒരു മിസസ് ഗു ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് മിസസ് ഗുവിന്റെ വീട്ടിലെ വേലക്കാരി ഇരുന്ന ലേഡിയാണ് ഇപ്പോ ലാങ്ങിന്റെ ആന്റിയായി കൂടെ ഉള്ളത്. അന്നേ ഇവർ അവനോട് ചെയ്ത ദ്രോഹവും അവനെ ഇട്ട് ഉപദ്രവിക്കുന്നതും ഒക്കെ കണ്ടവർ അവിടെ നിന്ന് ജോലി മതിയാക്കി ഇറങ്ങുന്ന സമയം അവനെയും രക്ഷപ്പെടുത്തി കൂടെ കൂട്ടുകയായിരുന്നു. ഇവന്റെ ലൈഫിൽ മിസസ് ഗു കാരണം നേരിടേണ്ടി വന്ന അനീതി അവർക്കറിയാം. അതുകൊണ്ട് അവൻ അവർക്കെതിരെ പ്രതികാരം വീട്ടണം, അതിനവനെ പ്രാപ്തനാക്കും
മനുഷ്യനാക്കണം എന്നതാണ് തനിക്കെന്ന് പറയാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ലാത്ത ആന്റി ലക്ഷ്യമായി കണ്ടത്. അങ്ങനെ അവനെ സ്വന്തം മകനെ വളർത്തി അവനെ ഈ നിലയിലേക്ക് എത്തിച്ചെടുത്തു. പക്ഷെ ഈ ആന്റിക്ക് പോലും അറിയില്ല മിങ്ങിന്റെ അച്ഛനായിരുന്നില്ല യഥാർത്ഥ വില്ലൻ. യഥാർത്ഥത്തിൽ മിങ്ങിന്റെ അച്ഛനെ പോലും മറയാക്കി നിർത്തി എല്ലാ വില്ലത്തരവും ഒപ്പിച്ചത് ഈ സ്റ്റെപ്പ് മദറായ മിസ്സസ് ഗു ആണെന്ന കാര്യം. ഇപ്പൊ വെല്ലുവിളിക്കുന്ന കണക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മിസ്സസ് ഗു വെല്ലുവിളിച്ച് സംസാരിക്കുമ്പോഴാണ് മിങ്ങിന്റെ അച്ഛൻ പാവമായിരുന്നു എന്ന കാര്യം പോലും അവർ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇതറിയുന്ന ലാങ് ആകട്ടെ മിങ്ങിന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് താൻ ഒരുപാട് ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞ മിങ്ങിന്റെ മുന്നിൽ സങ്കടപ്പെടുമ്പോ സാരമില്ല, എന്തായാലും നമ്മൾ ഒന്നിക്കുന്നതിൽ എന്റെ അച്ഛൻ ഒരു വിരോധം ഉണ്ടാവില്ല, അതുകൊണ്ട് നിനക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ലാന്ന് അവളും പറയുന്നു. ആന്റിയും മിങ്ങിനോട് മാപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഇവരിപ്പോ പിണക്കങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫാമിലി ആയി കഴിയുമ്പോഴേക്കും ലാങ്ങിനെ ആക്രമിക്കാനായി മിസ്സസ് ഗു നോക്കുന്നു. അങ്ങനെ ലാങ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴേക്കും ദേഷ്യം വരുന്ന ആന്റി മിസ്സസ് ഗുവിന്റെ അടുത്തേക്ക് ചെന്ന് അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെയുള്ള തെളിവ് അവരുടെ വായിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്ന് അത് റെക്കോർഡ് ചെയ്ത് അവരെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോ അവരകട്ടെ ആ ആന്റിയെ അവിടെ വെച്ച് കൊല്ലുന്നു. പിന്നീട് ആന്റിയുടെ മരണവിവരം അറിയുന്ന ലാങ് ആകെ തകരുന്നുണ്ട്. കാരണം അവന് അമ്മയൊന്നും ഇല്ലാണ്ടായ സമയത്ത് അവനെ വളരെയേറെ ചേർത്ത് പിടിച്ച രണ്ടുപേരുണ്ടായിരുന്നു, ഒന്ന് മിങ്ങും ഒന്ന് ഈ ആന്റിയും. ആന്റിയെ ഇപ്പൊ അവന് നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും മിസ്സസ് ഗുവിനോട് പ്രതികാരം ചെയ്യണം. ഇതിന്റെ ഇടയിൽ മിങ്ങിന് ആപത്ത് വരരുത് എന്ന കാരണങ്ങളൊക്കെ കണക്കൂട്ടി അവനിൽ നിന്ന് അകറ്റിയൊന്ന് നിർത്തി അവളെ സേഫ് ആക്കാനായി അവളോട് അവനൊരു താല്പര്യമില്ലാത്ത കണക്കും ലിസയോട് താല്പര്യമുള്ള കണക്കും അവളുടെ മുന്നിൽ അഭിനയിച്ച് അവൻ അവളെ വേദനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ പിണങ്ങി മാറിപ്പോകുന്ന സമയത്ത് അവനാകട്ടെ മിസ്സസ് ഗുവിനെ കൊല്ലാനായി തന്നെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതറിയുന്ന അവൻ ഈ ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കി തന്നോട് അവൻ കാണിച്ച ദേഷ്യമൊക്കെ വെറും അഭിനയമാണെന്ന് മനസ്സിലാക്കി അവനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, നമുക്ക് പ്രതികാരം വീട്ടണം, അതെ പക്ഷെ എന്ന് കരുതി ഇങ്ങനെയല്ല അത് വേണ്ടതെന്ന് അവനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് കമ്പനിയിൽ മിസ്സസ് ഗു നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും പുറത്തു കൊണ്ടുവരികയും അങ്ങനെ അവരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. കൂടാതെ ആന്റി മരിക്കുന്നതിന് മുന്നേ മിസ്സസ് ഗുവിനെതിരെ കുറച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ സഹായത്തോടെ അവരെ കൊടുക്കാനായും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശുഭമായി അവസാനിക്കുന്നു. എല്ലാം സോൾവ് ആയല്ലോ സന്തോഷമായല്ലോ എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുമ്പോഴേക്കും ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത് എന്നവൻ പറയുമ്പോ അയ്യോ ഇനിയും പ്രശ്നങ്ങളുണ്ടോന്ന് അവളൊന്ന് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളല്ല, നമ്മുടെ ലൈഫ് ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അടുത്ത ദിവസം അവൾക്ക് വളരെ സർപ്രൈസ് ആയി അവനൊരു പ്രപ്പോസൽ പ്ലാൻ ചെയ്തിരുന്നു. അവളാകട്ടെ പെട്ടെന്ന് അവനെ കാണാതെ അവൻ എവിടെ പോയി വല്ല ആപത്തിലും പെട്ടെന്നൊക്കെ പേടിച്ചിരിക്കുമ്പോഴാണ് അവൻ അത് പ്രപ്പോസലായി അവളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ സമയത്ത് പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ ഇവർ ഹാപ്പി ആയിരിക്കുകയും ചെയ്യുന്നു. എന്താ നിനക്കിപ്പോ വേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും എനിക്കൊരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നു അവൾ പറയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ മാറിപ്പോകുന്ന ഗ്യാപ്പിന് മിസ്സസ് ഗു അവിടേക്ക് എത്തി അവളെ കടത്തി കൊണ്ടുപോകുന്നു. അവളെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് അവർ മറ്റൊരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ അച്ഛൻ സ്വാഭാവികമായി മരണപ്പെട്ടതല്ല, അല്ലെങ്കിൽ ലാങ് മനോവിഷമം നൽകി ആള് മരിച്ചല്ല, മറിച്ച് ഞാൻ അയാൾക്ക് വിഷം നൈസായിട്ട് കുത്തിവെച്ച് ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ കൊന്നു തള്ളിയതാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നിന്നെയും കൊന്നുകളെന്ന് പറഞ്ഞ് അവിടെ സ്ഫോടക വസ്തുവൊക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് മിങ്ങിനെ രക്ഷപ്പെടുത്താനായി ലാങ് എത്തുന്നു. ഒരു മിനിറ്റേ ഉള്ളൂ, അതിനോടകം നീ അവളെ രക്ഷിക്കുമെന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അവരാകട്ടെ ഉറപ്പായും അവളും മരിക്കും, അവളെ രക്ഷപ്പെടുത്താൻ നോക്കി ഇവനും മരിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരുവിധം അവളുടെ കെട്ടഴിച്ച് ജസ്റ്റ് മിസ്സിനാണ് സ്ഫോടനത്തിന്റെ ഇടയിൽ അവളുമായി സേഫ് ആയി പുറത്തേക്ക് എത്തുന്നത്. എന്തായാലും ഇപ്പോ ഈ ചെയ്ത തെറ്റിന്റെ പേരിലും ഓൾറെഡി ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പേരിലും ഇപ്പൊ അവർ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിലാവുന്നു. ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയി എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്. തുടർന്ന് ലൈഫിൽ ഇനി എന്നും ഒന്നിച്ചുണ്ടാകും എന്ന ഒരു തീരുമാനത്തോടു കൂടി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്നതിൽ നിന്ന് ഇപ്പോ ലൈഫ് പാർട്ട്നേഴ്സ് എന്നതിലേക്ക് അവർ മാറിയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു.